സ്വന്തം അച്ഛൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പോലും കഴിയാതെ ജയിലറയ്ക്കുള്ളിൽ കിടക്കേണ്ടി വരുന്ന ഒരു മകൻ്റെ അവസ്ഥ. ഇതിലും വലിയൊരു രാഷ്ട്രീയ ദുരന്തമുണ്ടോ? അധികാരത്തിൻ്റെ തണലിൽ നേതാക്കൾ വാഴുമ്പോൾ അവർക്ക് വേണ്ടി തെരുവിൽ അടിയും ഇടിയും കൊള്ളാനും കൊടുക്കാനും ഇറങ്ങുന്ന അണികളുടെയും കുടുംബങ്ങളുടെയും ഗതി ഇതാണ്. സ്വന്തം അച്ഛൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പോലും കഴിയാതെ കാരാഗൃഹത്തിൽ കഴിയേണ്ടി വരുന്ന ഒരു മകൻ്റെ അവസ്ഥയും അതിനു പിന്നിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയ പലരും കണ്ടത് വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അമ്പലത്തിന് സമീപം താമസിച്ചിരുന്ന മുൻ ക്ഷേത്ര ജീവനക്കാരൻ്റെ വേർപാട്. ഭാര്യ നേരത്തെ മരണപ്പെട്ടതാണ്. 2 ആൺമക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ ആ അച്ഛന് വൈകരിയിടാൻ പോലും മൂത്ത മകന് സാധിച്ചില്ല. കാരണം അയാൾ ഇന്ന് ജയിലിലാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതിയായി കഴിയുന്നയാൾ. നേതാക്കളും കുടുംബവും ഭരണസൗകര്യങ്ങളിൽ സുഖമായി വാഴുമ്പോഴും AC തകരാറുകളെക്കുറിച്ച് ആവലാതിപ്പെടുമ്പോഴും കേസും അന്വേഷണവും വരുമ്പോൾ ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും സാധാരണക്കാരായ അണികളുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് ഇതാണ്. ഇത് മാത്രമാണ്. അനുശോചനം രേഖപ്പെടുത്തി മടങ്ങുന്ന സഖാക്കൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകില്ല. അണികളുടെ ആവശ്യത്തെ ചൂഷണം ചെയ്യുന്നവർക്ക് ഈ നഷ്ടങ്ങൾ ഒരു വിഷയമേ അല്ല. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ വാഹനം തകർന്ന ഉടമയ്ക്ക് ED ഓഫീസിൽ നിന്ന് 1.25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയെന്നാണ് അറിയുന്നത്. വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ നേരിട്ട് വിളിപ്പിച്ച് തുക കൈമാറിയതെന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റു വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് തുകയിൽ കൂടുതൽ ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ അതും നൽകാൻ തയ്യാറാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ടത്രേ. എന്നാൽ യഥാർത്ഥ തിരിച്ചടി ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ആക്രമണ സമയത്ത് തങ്ങൾ അനുഭവിച്ച മാനസിക ആഘാതത്തിനും ജീവഭയത്തിനും നഷ്ടപരിഹാരമായി 7 ഉദ്യോഗസ്ഥർക്കായി 7 കോടി രൂപ പ്രതികളിൽ നിന്നുണ്ട് ഈടാക്കണമെന്ന് ED ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കേൾക്കുന്നു. കൂടാതെ തകർന്ന കാറുകൾ അത് നന്നാക്കിയ തുകയും പ്രതികൾ നൽകണമത്രേ. അധികാരത്തിൻ്റെ തണലിൽ നിന്ന് അക്രമം കാട്ടിയവർക്ക് നിയമപരമായ ഈ കടമ്പ വലിയൊരു കെണിയായി മാറുകയാണ്. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി അണികളെ ഉപയോഗിക്കുകയും പിന്നീട് അവരെ നിയമത്തിന് മുന്നിൽ തനിച്ചാക്കി മാറ്റി നിർത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ രീതിയുടെ ഇരകളായി ഇത്തരം അണികൾ മാറുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. സ്വർണ്ണക്കടത്തും ശബരിമല വിവാദങ്ങളും അതുമുതൽ ഭരണത്തണലിൽ നടന്ന പല അഴിമതി കേസുകളിലും പങ്കാളികളായവർ അനുഭവിക്കുന്ന തിരിച്ചടികളുടെ പട്ടിക നീളുകയാണ്. ഏത് രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടിയായാലും അനാവശ്യമായി നിയമം കയ്യിലെടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഏവർക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്.